ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ വിട്ടിട്ട് നമ്മൾ ഷോപ്പിൽ കച്ചവടം തിരക്കും കാര്യമൊക്കെ ആയി. പിന്നെ പെരുന്നാളല്ലായിരുന്നു, വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നതിന് എല്ലാവരും പോയി ഒക്കെ ഒരു റാത്തായി ഇങ്ങനെ നമ്മൾ ഫാമൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫാമത്തെ വീഡിയോ കൊട്ടുന്നതെന്ന് വിചാരിച്ചു. വലിയ നീണ്ടൊരു വീഡിയോ ഒന്നല്ല, ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മൾ മുത്തുമണികളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസൊക്കെ വേണം. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ല കേട്ടോ. പിന്നെ നമ്മൾ ഫാമിൽ ഇപ്പോൾ കൊടുക്കുന്നത് കൈതലീഫ് കിട്ടാനില്ല, നോമ്പൊക്കെ ആയതുകൊണ്ട്. പെരുന്നാൾ അടുപ്പിച്ചാണ് കഴിഞ്ഞത്. അപ്പോൾ പണിക്കാരൊക്കെ നാട്ടിൽ പോയിക്കണമെന്ന്. അപ്പോൾ നമുക്കൊരു ചിപ്സിൻ്റെ ഇത് കൊണ്ടുവരലുണ്ടായിരുന്നു, വേസ്റ്റ് തൊലി, പഴത്തൊലി കൊണ്ടുവരലുണ്ടായിരുന്നു. അപ്പോൾ നോമ്പായതുകൊണ്ട് ഈ ബേക്കറിക്കൊക്കെ പിന്നെ വലിയ ചിലവില്ലല്ലോ. അപ്പോൾ പെരുന്നാൾ അടുപ്പിച്ച് അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോമ്പിന് തീരെ കിട്ടലില്ലായിരുന്നു. അപ്പോൾ നല്ല പച്ച തൊലിയാണ്. 2 ദിവസം ഇങ്ങനെ നിന്നാലും ഒന്നും വാടി വരും. പക്ഷെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ. ഇപ്പോൾ നമ്മളെ പുതിയ താത്താൻ്റെ ആണല്ലോ. നമ്മൾ 2 ലിറ്റർ പശുക്കളും കൂടി ഒരു ഫാമൊക്കെ ആക്കി ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. നമുക്ക് കൂലിയൊന്നും കൊടുക്കാനൊന്നും ഒക്കാഞ്ഞിട്ട് അവർക്ക് ശമ്പളം കൊടുക്കേണ്ട. അപ്പോൾ 2 കൂടി ഒരിടത്തായാലും 2 കൂടി കൂട്ടി കൊടുക്കാമല്ലോ. ഒരു 5-6 റുപ്യേൻ്റെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആളെല്ലാം ഉഷാറാട്ടോ. നമ്മളെ കുട്ടികൾക്ക് പ്രായം തന്നെ ഉള്ളൂ. ഒരു 10-21 വയസ്സായ ഒരു ചെക്കനാണ്. നമ്മളെ മക്കളെ നിൻ്റെ മോനെ നിധിക്കൊന്ന് വന്നു നോക്കാനും കൂടി കിട്ടൂല, സത്യം പറയാലോ. പിന്നെ ആ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ അധികം കിടന്ന് വളർന്നതുകൊണ്ടാവാം എല്ലാ പണിയും അറിയാട്ടോ. അപ്പോൾ പശുക്കളൊക്കെ കറവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നല്ല റെസ്റ്റിലാണ്. നമ്മളിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ പശുക്കളിങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ അറിയണതല്ലേ. ഒരാഴ്ചൻ്റെ മേലായി ഫാമുക്കൊക്കെ വന്നിട്ട്. നമുക്ക് കടയിൽ പിന്നെ പെരുന്നാൾ അടുപ്പിച്ച് സീസൺ ആകുമ്പോൾ സോപ്പും കാര്യമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരുന്നു. അൽഹംദുലില്ലാഹ് അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കടയിൽ നമ്മൾ നോമ്പിന് ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ഓളെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് തിരിയണമെങ്കിലൊന്നും ഒരാളില്ലാഞ്ഞാൽ കഴിയൂല. അതിന് മാത്രം കച്ചവടം ഉണ്ടായിട്ട് ഒത്തിട്ടൊന്നുമല്ല. പക്ഷേ ഈ വീഡിയോ എടുക്കലും ഇതൊന്നും നമ്മൾ ഷോപ്പിൽ ഇരിക്കാൻ തുടങ്ങിയാൽ കഴിയണില്ലായിരുന്നു. അപ്പോൾ അതും വേണ്ട നടക്കുകയെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ താത്താൻ്റെ പശുക്കുട്ടീൻ്റെ കാലുമ്മേൽ ഒരു ചെറിയ മുറിയുണ്ട് കേട്ടോ. അതിന് ബായോ ഹെൽമെൻറ്റ് കെട്ടി കൊടുക്കണം. പിന്നെ താത്താക്ക് ബ്ലോക്കിൽ നിന്ന് ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെക്സാണ് അവിടെ കാണുന്നത്. അത് നമ്മളെ തൊഴുത്തിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തവർക്ക് വിട്ടെടുക്കൊക്കെ വേണം. എന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പരിസരമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ ബായി വന്നാലാണ് എങ്ങനെയൊക്കെ ഉള്ളത്. പറ്റിയത് മുറ്റം അടിക്കലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒക്കെ നല്ല കൊത്തി നിരത്തി എല്ലാം ദിവസം രാവിലെ ക്ലീൻ ആക്കണം കേട്ടോ. പിന്നെ തീറ്റ കൊടുക്കുന്നതൊക്കെ നമ്മൾ രണ്ടായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മളെ വൈക്കോലാണ് ആ തലക്കൽ ഈ തലക്കൽ താത്താൻ്റെ തോന്നെ നമ്മുടെ മുറ്റത്ത് മൂടിയിട്ടൊക്കെ താത്താൻ്റെ ആണ്. അങ്ങനെ രണ്ടായിട്ട് തന്നെയാണ് തീറ്റയും പിന്നെ വൈക്കോലൊക്കെ പോകണത്. അതങ്ങനെ ആയാലും നമുക്ക് ഒത്തുപോകുള്ളൂ. അല്ലെങ്കിൽ 2 ഒന്നായിട്ടുണ്ടെങ്കിൽ അതൊരു ഇതുണ്ടാവില്ല. ഏത് താത്തി അനിയത്തിയാണെന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ കശപിശൊക്കെ ഇക്കാരം ഉണ്ടാവുക. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന മേശയൊക്കെ ബായി പുറത്തേക്ക് വലിച്ചിട്ടുണ്ട്. അതിന് ഫുഡ് കഴിക്കാനും കാര്യത്തിനൊക്കെ കേട്ടോ. നല്ല സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കൊരു താർപ്പായൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്, വലിച്ചിട്ടിട്ടുണ്ട്. നല്ല പൈപ്പൊന്നും ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല എന്ന് ഞാൻ പറയായിരുന്നു. ശരിക്കൊരു ടാപ്പൊക്കെ വെച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളം ഒരുപാട് പിന്നെ വേസ്റ്റായി പോകും. അപ്പോൾ പശുക്കളൊക്കെ കഴുകിൻ്റെ ശേഷം കറന്നതാണ്. പിന്നെയും തൊഴുത്തൊക്കെ എല്ലാം വൃത്തികേടായിട്ടുണ്ട്. ചാണകമൊക്കെ കോരി ഇങ്ങനെ പിന്നെ ഇതിൽ അറബിയയിൽ വണ്ടിയിൽ ഇങ്ങനെ അറവര വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഗർഭിണി പശുവുണ്ട്. ഇപ്പോൾ 7 മാസത്തേക്ക് കടന്നു. പിന്നെ ഒരുപാട് ആളുകൾക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെ ചെന പിടിച്ചേക്കണമെന്ന് നാളെ വെട്ടം ഡോക്ടറെ കിടന്ന് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എഴുതി വെച്ചിട്ടുമില്ല. ഞാൻ ഡോക്ടർക്ക് വിട്ട വാട്സപ്പിൽ വോയിസ് ഇടലാണ്. ആ വോയിസിൽ ഡേറ്റ് നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ചെനയില്ലാത്തവരൊക്കെ 1-2 ആളെ നോക്കേണ്ട ഒഴിവാക്കണം. 3-4 പ്രാവശ്യം കുത്തി വെച്ചിട്ടും ചെന പിടിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമൊക്കെ ഇപ്പോൾ പാലോ കുറവായതുകൊണ്ട് വലിയൊരു ലാഭമൊന്നുമില്ല. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് ചെന പിടിച്ചൊക്കെ പ്രസവം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പാലൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കണേ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? പെരുന്നാളൊക്കെ എല്ലാവരും നല്ല റാഹത്തിൽ കഴിഞ്ഞില്ല. നോമ്പൊക്കെ നമുക്ക് നോമ്പിനൊന്നും വീഡിയോ ഒന്നും വിടാൻ പറ്റിയിട്ടില്ല. പെരുന്നാളിൻ്റെ വ്ളോഗൊന്നും വിട്ടിട്ടില്ല. ഒന്നാമത് ഉമ്മ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും വിരുന്നേരും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞു. മറ്റേത് പെരുന്നാളൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യമായിരുന്നു. എന്നാലും അതൊരു ഭാഗത്തുണ്ട്. എന്നാലും പെരുന്നാളൊക്കെ നല്ല റാഹത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ താത്താൻ്റെ പശുക്കളാണ് കേട്ടോ. ഈ തലക്കൊക്കെ ഉള്ളതൊക്കെ